ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലേ? എന്നാൽ ഇതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും ശരിയാവും, എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 കപ്പ് പഞ്ചസാര ഇവിടെ എടുത്തിട്ടുണ്ട്. അതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. കേക്ക് പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. ആദ്യം ഒന്ന് തീ കൂട്ടി കൊടുക്കാം. പിന്നെ പഞ്ചസാര ഒന്ന് ഉരുകി തുടങ്ങുന്ന സമയത്ത് തീ നന്നായി കുറച്ച് വയ്ക്കാം. ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര എല്ലാതും ഉരുകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുത്തത്. അല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചസാര അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഉരുകാണ്ട് ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ കുറേശ്ശെയായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി കളറ് കൂടി വരണം. ഈ കളറിൽ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒന്ന് വിട്ട് നിന്നിട്ട് വേണം ഒഴിക്കാൻ, മേലിക്കൊന്നും തെറിക്കാതെ. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ട്യൂട്ടി ഫ്രൂട്ടി ഇട്ടുണ്ട്, പിന്നെ ചെറി ഉണ്ട്, പിന്നെ ഈന്തപ്പഴം, ഉണക്കമുന്തിരി കറുത്തതും വെള്ളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുമില്ല, മുന്തിരി മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്തിട്ടും കേക്ക് ഉണ്ടാക്കാം. ഇതൊന്ന് നന്നായി തിളച്ച് വെള്ളം ഒരുവിധം ഒന്ന് വറ്റി വരണം. ആ സമയത്ത് നമുക്കത് നിർത്താം. ഇപ്പോൾ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. 2 ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കേക്കിനൊരു സ്മെല്ലും ഗുണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കൂടാതെ ഇത് അരിപ്പയിലൊന്ന് 2 പ്രാവശ്യം അരിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ ആ പൊടിയിലൊന്ന് നന്നായി മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പം മെയിനായിട്ടുള്ള 2 പ്രോസസ്സ് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണം, ഒരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു ഇത്രയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഹൈ സ്പീഡിൽ 30 സെക്കൻഡ്. പഞ്ചസാര പൊടിച്ചത് ജാറിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആ ജാറിൽ തന്നെ 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 ടീസ്പൂൺ പ്ലം കേക്ക് എസൻസും ചേർത്തിട്ടുണ്ട്. എസൻസ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ പിന്നെ അത് സ്കിപ്പ് ചെയ്യാം. ഇതൊരു 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടാതെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിന് പകരം ബട്ടറോ അല്ലെങ്കിൽ ഡാൽഡയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരു ലോ സ്പീഡിൽ ഒരു 30 സെക്കൻഡ് കറക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. അതിനാദ്യമായിട്ട് ഇപ്പോൾ ഈ നട്ട്സിൽ നമ്മൾ 1 ടീസ്പൂൺ മൈദ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഈ നട്ട്സ് എല്ലാം അടിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ബേക്ക് ചെയ്യണ സമയത്ത് അത് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ പഞ്ചസാരയും മുട്ടയും കൂടി ചേർത്ത് അടിച്ചു വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് മൈദപ്പൊടിയാണ്. നേരത്തെ നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് കുറേശ്ശെയായിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ച് ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം അടുത്ത പോർഷൻ ഇട്ട് കൊടുക്കാൻ. 2-3 പ്രാവശ്യമായിട്ടാണ് നമ്മളിതിൽ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. 240 ml 1 കപ്പ് മൈദ. ഈ മാവിഞ്ഞ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി പൊന്തി വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. കേക്കിൻ്റെ പാത്രം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മീതെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രം അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു വട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കേക്കിൻ്റെ പാത്രം വെച്ച് കൊടുക്കുന്നത്. പാത്രം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാം. ഇനി അതിൻ്റെ അടപ്പ് കൊണ്ട് ഒന്ന് അടച്ചു വയ്ക്കാം.
അതിനൊരു ചെറിയ ഹോളുണ്ട്, അപ്പോൾ അത് നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട് പേപ്പർ കൊണ്ട്. ഇത് നമ്മൾ വെച്ച പാത്രം നോൺ സ്റ്റിക്ക് അല്ല. നോൺ സ്റ്റിക്ക് പാത്രം എന്തായാലും വെക്കാൻ പറ്റില്ല, അത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നല്ല ചുവട് കട്ടിയിട്ടുള്ള അലുമിനിയം പാത്രം, ബിരിയാണി ചെമ്പ് പോലുള്ള പാത്രങ്ങൾ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത്. 45 മിനിറ്റായ സമയത്ത് കേക്ക് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് വെച്ചതിന് ശേഷം നമ്മൾ പാത്രം തുറന്ന് നോക്കുകയോ അല്ലെങ്കിൽ ഇളക്കുകയൊന്നും ചെയ്യാൻ പാടില്ല, ഇത് പൊന്തി വരണ വരെ. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്ക് ഒന്ന് ഇരുന്ന് പോകാൻ സാധ്യത ഉണ്ട്. 60 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് വെന്തോന്ന് നോക്കാം. അതിൻ്റെ മുകളിൽ മാവൊന്നും പറ്റിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട്, കറക്റ്റ് പാകമായിട്ടുണ്ട്. ഞാനിവിടെ ബട്ടർ പേപ്പർ 2 ലെയർ വെച്ച് കൊടുത്തിട്ടാണ്. എന്തിനാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തീയെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതായാലും അത് കരിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് കറക്റ്റ് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ പ്ലം കേക്കിൻ്റെ കറക്റ്റ് കളറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. വശങ്ങളും അടിഭാഗവും ഒക്കെ ഒരേ കളറിൽ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത് മുറിക്കുമ്പോൾ തന്നെ അറിയാലോ, പെട്ടെന്ന് മുറിയുന്നുമുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും വിജയിക്കും. ഫീഡ്ബാക്ക് പറയണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.